കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് അതിൽ 12,000 വാങ്ങിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു? അവൻ തിരിച്ചടക്കാന്ന് വാക്ക് പറഞ്ഞു. ഒരു വർഷം കഴിഞ്ഞ് 4,800 അടച്ചു. സെക്കൻഡ് ഇയറിൽ 9240 അടച്ചു തീർത്തു. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ റേറ്റ് പെർസെൻറ്റേജ് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇത് പല രീതിക്കും ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, സപ്പോസ് ഇവൻ ഇത് മൊത്തം ഒന്നിച്ചടച്ചു തീർത്തെന്ന് വിചാരിക്കാം. ഓക്കെ, ഒന്നിച്ചടച്ചു തീർത്ത് കഴിഞ്ഞാൽ ഈ 12,000 അതിന്റെ പലിശയും കൂടി ചേർത്ത് 12,000 അതിന്റെ പലിശയും കൂടി 2 വർഷത്തെ പലിശയും കൂടി ചേർത്ത് ഇത്രയായിരിക്കും അടച്ചു തീർന്നത്. ഓക്കെ, ഇനി നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം, പിന്നെ ആദ്യത്തെ 4,800 പിന്നെ 9240 അല്ലേ അടച്ചെന്ന് വിചാരിക്കാം. അല്ല, അത് മാത്രമല്ല അടച്ചിരിക്കുന്നത്. സപ്പോസ് ഞാനിത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പം ഞാനൊരു 4,800 അടച്ചിട്ടുണ്ട്, കറക്റ്റ് അല്ലേ? ബാക്കി ഒരു വർഷത്തേക്ക് എൻ്റെ ഈ 4,800 അവിടെ കിടക്കുന്നില്ലേ? അപ്പോൾ അതിനെന്ത് കിട്ടും? ഒരു പലിശ കിട്ടും. എത്ര വർഷത്തേക്ക്? ഒരു വർഷത്തേക്ക്. അപ്പൊ അതാണ് മൊത്തം അടച്ചിരിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ ഒരു 9240 കൂടി അടച്ച്. അപ്പോൾ ഇത് മാത്രമല്ല അടച്ചിരിക്കുന്നത്, ഇത്രയുമാണ് നമ്മൾ അടച്ചിരിക്കുന്നത്. ഇത് ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 4,800ന്റെ 1+R/100 എന്ന് പറഞ്ഞെടുക്കാം, അല്ലേ? 9240. ഓക്കെ, ഞാൻ ഈ 1+R/100 കെ എന്ന് പറഞ്ഞെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ k² മൈനസ് 4,800K മൈനസ് 9240 എന്ന് പറഞ്ഞ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്ക് കെന്റെ വാല്യൂ കിട്ടും. ഓക്കെ, നമുക്ക് ഇതിന്റെ പൂജ്യം എല്ലാം ആദ്യം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ബാക്കി പോയിട്ട് 1,200 നമുക്ക് 12 വെച്ച് കട്ട് ചെയ്യാം. ഇപ്പൊ 4,800 പൂജ്യം പറഞ്ഞു. ഓക്കെ, 12 വെച്ച് കട്ട് ചെയ്യാം. 12 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 100K². ഇവിടെയാണെങ്കിൽ 40K. ഇവിടെയാണെങ്കിൽ 12 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 7 പ്രാവശ്യം പോവും, 84. പിന്നെ ഒരു 7 പ്രാവശ്യം 0 എന്ന് പറഞ്ഞ് കിട്ടും. ഇത് സോൾവ് ചെയ്യുവാണെങ്കിൽ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനിത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 10, അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -77 വരണം, കുറയ്ക്കുമ്പോൾ ഇത് വരണം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 110. ഇതൊരു രീതിയാണ്, ഇത് സോൾവ് ചെയ്യാനുള്ള ഒരു രീതിയാണ്. ഓക്കെ, അതായത് മൈനസ് വരണമെങ്കിൽ ഇത് മൈനസ് ആയിരിക്കണം, ഇത് പ്ലസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന 10x - 11 × 10x + 7 ഈക്വൽ ടു ഈ ഒരു സാധനം എന്ന് പറഞ്ഞെടുക്കാം. ഓക്കെ, 70. അപ്പോൾ 10x = -11 = 0 എന്ന് പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ എത്ര വരും? എക്സ് അല്ല, കെന്റെ വാല്യൂ എത്ര വരും? 11/10 എന്ന് പറഞ്ഞ് വരും. അതായത് 1/R/100 ആണ് 11/10. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/1/10 എന്ന് പറഞ്ഞ് കിട്ടും. 1/1/10 എന്ന് വെച്ച് കഴിഞ്ഞാൽ R/100 ഈക്വൽ ആണ്. അതായത് ആറിന്റെ വാല്യൂ എത്രയായിരിക്കും? 10% ആയിരിക്കും. ഇതായിരിക്കും ഫൈനൽ ആൻസർ.